അപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ 29 വരെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതൊക്കെ എത്രയായി ഇപ്പോൾ ഇത് പെയിൻറ്റിങ് കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്പനോട് ചോദിച്ചിട്ട് കറക്റ്റ് അറിയാം. അപ്പോൾ നമുക്ക് വണ്ടി ഇതിലേക്ക് റിവ്യൂവിലേക്ക് പോവാം. അപ്പോൾ നമ്മളന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര രൂപയായി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റേറ്റ്? ഏറ്റവും കുറച്ച് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ചിലപ്പോൾ 1968 മോഡലാണ് ഈ വണ്ടി. ആ വണ്ടിയുടെ മുകളിൽ നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കാനുള്ള ഒരു ഇത് എന്നാൽ ചിലവാക്കണം അത്ര തന്നെ. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് RTOൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. RTO ഒക്കെ വളരെ നന്നായിട്ട് നല്ല രീതിയിലാണ് അവരൊക്കെ ഇപ്പോൾ വണ്ടിയൊക്കെ നോക്കുന്നത്. കേസ് നമ്പറും അതുപോലെ തന്നെ ഇഞ്ചൻ നമ്പറൊക്കെ നോക്കി വണ്ടിയെ പഴയ വണ്ടിയാണെങ്കിലും അതിനെ നോക്കാൻ പറ്റുന്ന ആളാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ആ ധാരണ ഉള്ളത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് തന്നു. പിന്നെ അത് മാത്രമല്ല അതൊരു പഴയ വണ്ടി നമ്മൾ ഇങ്ങനെ ഇത്രയും സംരക്ഷിക്കുന്നതുകൊണ്ട് അവർക്കൊരു ഇതുണ്ടാവും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പഴക്കമുള്ളത് കൊണ്ടു അല്ലേ. പിന്നെ ഡീസൽ വണ്ടിയാണ് പിന്നെ അത്. അപ്പൊ ഡീസലൊക്കെ അന്നത്തെ ഇതിലേക്ക് കയറി വന്നിട്ടാണ്. ഇപ്പൊ അങ്ങനെ കയറ്റാൻ പറ്റില്ല. അന്ന് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് കയറ്റി. ഇപ്പൊ 68 മോഡൽ വണ്ടി എന്നൊക്കെ പറയുമ്പോ ഒരു ആളുകൾക്ക് തന്നെ കേൾക്കുമ്പോ 68 മൈലേജൊക്കെ എത്ര അധികം ഉണ്ട് അതിന് എന്നൊക്കെ ചോദിക്കണെന്ന് ഇപ്പോൾ 1 ലിറ്റർ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു 70 മൈൽ സ്പീഡിൽ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. 70 അതിലും കൂടുതൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ ലേശം വലിയ കുറയും. 80-90 പോവുകയാണെങ്കിൽ വലിയ കുറയും. പ്ലെയിൻ റൂട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ പോവാം ഹൈവേയിൽ കൂടെ. അതാ വലിയ കയറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 70-60 ഒക്കെ നമ്മൾ കൊണ്ടുവരും. എന്നാലും എന്താ കുഴപ്പം, നമുക്ക് നിറച്ച് ഡീസൽ അടിക്കുക എന്നിട്ട് വണ്ടി ഓടുക, തീരാകുമ്പോ വീണ്ടും അടിക്കുക. അവിടെ ഈ മൈലേജ് ഉള്ള കാരണം ആരും അങ്ങനെ നോക്കാനൊന്നും നിൽക്കില്ലത്. നമ്മളൊരു കാശുണ്ടാവുമ്പോ നമ്മള് അടിച്ചാൽ പോവന്നെ, വേറെ നോക്കാനൊന്നുമില്ല. അടിച്ചു പൊളിക്കുക, വേറെ വരുന്നില്ല. ഇതിപ്പോ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഡീസൽ ബുള്ളറ്റ് വരണമെന്ന് അപ്പന് ആഗ്രഹം ഉണ്ടാ. പുതിയ ടൈപ്പ് ഇറങ്ങിയാൽ നല്ലതല്ലേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്? ഇപ്പോഴത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഡീസൽ വണ്ടി എന്ന് പറയുമ്പോൾ പെട്രോൾ വണ്ടി പോലെയല്ല. ഇപ്പോൾ പെട്രോൾ വണ്ടിനായിട്ട് ഇപ്പോൾ പേരും പെരുമയും കിട്ടുന്നത് ഇപ്പോൾ മറ്റേ ബാറ്ററി വണ്ടിക്കാണ്. ബാറ്ററിയുടെ യുഗത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ ഡീസലും പെട്രോളും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പുറകോട്ട് പോകും. അതുപോലെ ഈ ബാറ്ററി മലിനീകരണം ഇല്ലാത്ത രീതിയിലൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇനി കാലക്രമേണ അങ്ങനെ തന്നെ വരാൻ സാധ്യത. ഈ ബാറ്ററി വണ്ടികളാവും വലുത്. അപ്പം അങ്ങനെ ബാറ്ററി വണ്ടി ആവുമ്പോൾ ഇങ്ങനത്തെ ബുള്ളറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിക്കും. അല്ല അത് ശരിയാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ തലമുറയിലത്തെ ആളുകൾ ഒരു കണക്കിന് ഭാഗ്യവാന്മാരായിരുന്നെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് ഡീസൽ ബുള്ളറ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അന്ന് ഇറങ്ങണ എല്ലാ വണ്ടികളും ഇപ്പോൾ യമഹയുടെ വണ്ടികൾ ഈ RX 100, RS 135, അതുമാതിരി RD 350, SD അതിനൊക്കെ 2 സ്ട്രോക്ക് എൻജിൻ അതൊക്കെ നിർത്തലാക്കി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആ വണ്ടി ഒന്നും പുതിയതായിട്ട് മേടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആ ഒരു മോഡൽ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ നമുക്ക്. അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിസ്സിങ് ആവണത് എല്ലാതും. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ അന്ന് കാണുമ്പോൾ നമ്മളെങ്ങനെയായിരുന്നു, ഞങ്ങൾ പഴയ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയുടെ ഒരു ലുക്ക് കണ്ട കറക്റ്റ് പുതിയ മോഡൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ അതേ ഇതായി ലുക്കായി, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോൾ വണ്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ഇതിപ്പോ മൊത്തം ചെയ്തപ്പോ എത്ര രൂപയായി അപ്പന്? അധികം പൈസ കൂടിയിട്ട് നമുക്ക് പെയിന്റിങ്ങിന് വന്നത് 4,000 രൂപ. പെയിന്റിങ് 4,000. നിർത്തി അടിക്കുന്ന പെയിന്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടിച്ച് അടിക്കലല്ല, നിർത്തി അടിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. പലയിടത്തും പല റേറ്റാ. ഒരു സ്ഥലത്ത് 7,500 രൂപ പറഞ്ഞു, ഒരു സ്ഥലത്ത് 6,000 പറഞ്ഞു. ഞാൻ ഒരാളിനെ കണ്ടപ്പോൾ ആളിനെ സംസാരിച്ച് പറഞ്ഞു 4,500 വേണമെന്ന് പറഞ്ഞു. അതാണ് 4,000 അവസാനിപ്പിച്ചു.
മൊത്തം പെയിന്റിങ് ക്ലിയറും ഇതൊക്കെ അടിച്ച് ഇതായിട്ട് 4000 റുപ്യക്ക് നമ്മൾ അവസാനിപ്പിച്ചു. പക്ഷെ ഇത് ഞാൻ പറയട്ടെ, പെയിന്റിങ് ഇത് എവിടെ ചെയ്തത്, ഏത് ആളെ ചെയ്തത്, നന്നായിട്ടുണ്ടോ ചെയ്തത്? ഇതൊരു സുരാന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അയാള് ഈ പറഞ്ഞ മാതിരി ഓട്ടോറിക്ഷ ഒക്കെ പെയിന്റ് അടിക്കുന്ന ആളോ. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പണി ഇപ്പൊ 4000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണി വൃത്തി ഉണ്ട്. അതായത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ നോക്കിയേ, പെയിന്റിങ് ആയാലും നല്ല ഗ്ലോസി ടൈപ്പ് പെയിന്റിങ്, ബ്ലാക്ക് ഗ്ലോസി, അത് നല്ല പക്ക നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. സീറ്റ് കവർ അടിപ്പിച്ചാ പൂച്ചതിന്റെ ഇടയ്ക്ക് മാന്തിയിലോ, അപ്പൊ പിന്നെ കവർ അടിക്കാണ്ട് നമ്മൾ ആർട്ടിന്റെ അടുത്ത് കൊല്ലുമ്പോ അവരുടെ നമ്മള് ബഹുമാനം കൊടുക്കണ്ടേ. അവരുടെ മുമ്പിൽ നമ്മളിത് ഈ പൂച്ച മാന്തി കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മള് വണ്ടി ടെസ്റ്റിന് കൊടുക്കുമ്പോ ഗവൺമെന്റ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ പലപ്പോഴും ഗവൺമെന്റിനെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ആർ ടി പറയുന്നത് അനുസരിക്കാതെ അവർ സ്വന്തം ഇഷ്ടത്തിന് പോകുന്ന ഒരു പ്രവണതയല്ല വേണ്ടത്. നമ്മള് ഗവൺമെന്റ് എന്ത് പറയണോ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇടണമെന്നൊക്കെ പറയണത്. നമ്മൾ പലപ്പോഴും ഹെൽമെറ്റ് ഇടാണ്ട് എന്നൊക്കെ നമ്മളത് ചിന്തിക്കണത് നമ്മുടെ സേഫ്റ്റിയുടെ ഇതല്ല ചിന്തിക്കണേ. അവര് പൈസ പോവോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടണേ. പലരും സേഫ്റ്റി ചിന്തിക്കണില്ല. ഇപ്പോൾ കുറെ നിയമം നടപ്പിലായി തുടങ്ങി. ഹെൽമെറ്റ് ബാക്കിലും പുറകിലും ഫ്രണ്ടിലും ഇരിക്കുന്നവരൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾക്ക് ഒരു എന്താ പറയാ, ഇപ്പോൾ ഇടി അല്ലെങ്കിൽ മരണം കുറഞ്ഞു. അതെ, മറ്റേത് മരണം കൂടുതലായിരുന്നു. ഈ 2 വീലറിന്റെ മുകളിൽ നിന്നൊക്കെ കുറച്ച് വീഴിലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മന്ത്രി എന്തായാലും ആ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റി. അതെ, അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. വരുന്ന ചെലവ് അത്രേ വരാൻ പാടുള്ളൂ. ബഡ്ജറ്റിന്റെ ഉള്ളിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം. ബഡ്ജറ്റ് നമ്മൾ കാണണം വണ്ടി ഇറക്കുമ്പോൾ. ആ വണ്ടി ഇറക്കാനായിട്ട് ബഡ്ജറ്റ് കിട്ടിയതാണ് നമുക്ക് 4000 റുപ്യക്ക് പെയിന്റിങ്. പിന്നെ ചെറുതായിട്ടൊന്ന് അയച്ച് ഫിറ്റിങ് ചെയ്യാന്ന് വെച്ചാൽ ചില ഭാഗങ്ങള് നമ്മള് അയച്ചു കൊടുക്കണം പെയിന്റിങ്ങുകാരന്. അപ്പൊ അത് പെയിന്റിങ്ങുകാരന് പറ്റാത്ത കേസാണ്. ചില അങ്ങനെ വെച്ച് നമ്മൾ നിർത്തിയടിക്കാന്ന് പറയുമ്പോൾ അത് നടക്കില്ല. അപ്പൊ അതിന് ചേസിന്റെ ഭാഗങ്ങൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബാബേണ്ണ വിളിക്കണം. ബാബേണ്ണ വിളിച്ചിട്ട് ബാബേട്ട അത് അയച്ച് തന്നു കഴിഞ്ഞാൽ ആള് ഡീസൽ ബുള്ളറ്റിന്റെ മെക്കാനിക്കാണ്. ആള് ശരിക്കും പറഞ്ഞാൽ ഡീസൽ ഈ പാടത്ത് ഇഞ്ചിനൊക്കെ ഉണ്ടാവൂലേ, അതിന്റെ ഒക്കെ വർക്ക് ചെയ്യണം. അപ്പൊ ആളെ ഇടയ്ക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ കൊച്ചിയിൽ എറണാകുളത്തേക്കൊക്കെ പോകും. ഈ എന്തിനാ വേണ്ടിയിട്ട് ഷിപ്പ് യാർഡിലേക്ക്. ആളുടെ മകന് അവിടെ ജോലി. അപ്പൊ ആള് എന്തെങ്കിലും മകന് പറ്റാത്ത കേസൊക്കെ വരുമ്പോ മൂപ്പരനെ വിളിക്കും. അതങ്ങനെയാ. അത് ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഈ വർക്ക്, അതായത് പഴയ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഏത് മോഡല് വേണമെങ്കിലും വർക്ക് ഇതാക്കാൻ പറ്റും. അത് ഈ ഒരു ഇംഗ്ലീഷ് കമ്പനി ഉണ്ട്. അപ്പൊ ലാംബർൽ എന്ന് പറഞ്ഞ കമ്പനിയാ. അപ്പൊ അവിടെ ഇതേപോലെ ഈ ഓരോ റിഗും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാല് ഇതിന്റെ പാർട്ടി ഉണ്ട്. അപ്പൊ ഇതിന്റെ പാർട്ടിക്ക് ഒരു ഷാമ്പയിന്റെ ഒരു ഇത് പൊട്ടിക്കും. ഈ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിച്ച് പതപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണർ ഉണ്ടാക്കും. അത് മേടിക്കാൻ കിട്ടും, പക്ഷെ അത് മേടിക്കില്ല. അവിടുത്തെ അവർക്ക് ആ ഡിസൈൻ കൊടുക്കും. അത് അവര് അവിടെ ഉണ്ടാക്കിയിട്ട് പൊട്ടിക്കണതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഈ സംഭവം അവിടെ ആൾക്ക് ഇതിനെ കുറിച്ചിട്ട് ITI മേഖലയോ അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടൊന്നുമില്ല. അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇതിൻ്റെ ഇത് കൊടുത്തപ്പോൾ ഇതേ സംഭവം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഈ പഴയ ആൾക്കാർക്ക് അങ്ങനെയുള്ള കഴിവുണ്ട്. അവർ ഇത് മറ്റേ ഡിപ്ലോമയോ MTech BTech ഒന്നും പഠിച്ചിരുന്നാവില്ല. പക്ഷെ ആ ഒരു ഇത് അതങ്ങനെയാണ്. ആ ഒരു കൈവഴക്കം ഇപ്പോഴത്തെ ആൾക്കാർക്കില്ല. അത് വെച്ചാല് ഇപ്പൊ എഞ്ചിനീയർമാർ ചെയ്യണതും കോൺട്രാക്ട് മറ്റേ പണിക്കാർ ചെയ്യണതും വ്യത്യാസമുണ്ട്. അവര് അത് പ്രാക്ടിക്കലായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എഞ്ചിന്റെ മെക്കാനിക് പ്രവർത്തനങ്ങളാകുമ്പോൾ അത് അത്രയും ആ പഴയ ആൾക്കാരാകുമ്പോൾ അവർക്ക് അത് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഇത് സെൽഫ് സെൽഫ് അടിച്ചു കഴിഞ്ഞാൽ ഷാർട്ടാണ്. പിന്നെ നമുക്ക് ഏറ്റവും വെച്ചാല് പോകുമ്പോ ഇത് ബുള്ളറ്റാണ് പോണേന്ന് അറിയണം. സാധാരണ ഇപ്പോഴത്തെ ബുള്ളറ്റിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുള്ളറ്റിന്റെ ശബ്ദമല്ല ശരിക്കും, എന്നാ ബുള്ളറ്റാണ്. അന്ന് ഭയങ്കര റേറ്റ് ഒക്കെ 2,20,000 എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കണം. ഇല്ല, അത് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ ബുള്ളറ്റ് ഇപ്പൊ പോയി. ഇനിയിപ്പൊ പണ്ടത്തെ ബുള്ളറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലാസിക്കലൊക്കെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അതൊക്കെ നല്ല വണ്ടികളാണ്. വെച്ചാല് അവനൊക്കെ കൊണ്ടുപോകുമ്പോ ഒരു സുഖമുണ്ട് വണ്ടി. അതാ ക്രാങ്ക് വെയിറ്റ് കൂട്ടുമ്പോഴാണ് അടി വരുന്നത്. പക്ഷെ അടി വരുമ്പോ മൈലേജ് അതിനനുസരിച്ച് കുറയുകയും ചെയ്യും.
ഇപ്പോഴത്തെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൊല്യൂഷൻ്റെ BS6 വന്നോട് കൂടിയിട്ട് മൊത്തം സെൻസറാണ് വണ്ടിക്ക്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പണ്ടത്തെ ഇതായിരുന്നു സുഖം ഒരു കണക്കിന്. ഇത് തൊട്ടതും പിടിച്ചതൊക്കെ ഇലക്ട്രോണിക്സ് പാർട്സ് വണ്ടികളിൽ വന്നോട് കൂടിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഗുണങ്ങളുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ സെൻസർ കറക്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഒന്ന് അടഞ്ഞു കഴിഞ്ഞാൽ സംഭവം പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വണ്ടി ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടല്ലോ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും വർഷം ഇപ്പോൾ എത്രയും 68 മോഡൽ വണ്ടിയല്ലേ? 68 മോഡൽ വണ്ടി. ആ ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കൊടുക്കുമോ? അതന്നെ എൻ്റെ അഭിപ്രായം തന്നെ. കാരണം അത്രയും നല്ലൊരു രീതിയിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്ത്, അപ്പോൾ അത് പരമാവധി ഇനി അത് കൊണ്ട് ഇങ്ങനെ പോകാനെന്നാണ് ആഗ്രഹം. ഇപ്പൊ നമ്മുടെ കയ്യിലായിട്ട് 10-20 കൊല്ലായി. 20 കൊല്ലായി ഇപ്പൊ നമ്മുടെ കയ്യിലായിട്ട്. 20 കൊല്ലാണെങ്കിൽ നമുക്കൊരു മേജർ ഒരു വലിയൊരു വർക്കൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെറിയ വർക്കുകളൊക്കെ വരും. അപ്പൊ ആ വർക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ വർക്ക് തീർക്കും. എനിക്കിപ്പോ ഇതിൽ തോന്നുന്നത് ഇതിന്റെ ആ മീറ്ററിന്റെ സംഭവല്ലേ, അത് ഇനിയിപ്പോ പറ്റുകയാണെങ്കിൽ ഇപ്പോഴല്ല പിന്നീട് മീറ്ററിന്റെ സംഭവം, ഈ ആംബിയറിന്റെ കാര്യം. ആംബിയർ ഇല്ല ഇനി. ആംബിയർ ഇല്ല, അത് അതിന്റെ പഴയ ഒരു ഇതില് അത് പെട്രോൾ ആയിരുന്നല്ലോ അന്നത്തെ ആംബിയറിന്റെ ഇതാണ്. ആംബിയർ ഇല്ല. അത് നമ്മള് കാലുകൊണ്ട് അടിക്കാൻ ആവുന്നുണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ, ബലം ഉണ്ടെങ്കിൽ കാലുകൊണ്ട് അടിക്കുക. അത് പെട്ടെന്ന് ഒരു സാധാരണ ഒരു ഇത് പരിചയമില്ലാത്ത ആൾക്ക് അത് അടിച്ച് സ്റ്റാർട്ടാക്കാനും പറ്റില്ല. എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര ഈസി വേറെ വണ്ടിയില്ല. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഈ കാലിന്റെ മുകളിൽ വേദനയൊക്കെ ഉള്ള കാരണം ഒന്ന് അത് മതി. അതല്ലെങ്കിൽ കാല് ഇതാവും. നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അവഞ്ചർ. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ വണ്ടി ഇനിയിപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓയിൽ ചേഞ്ചും പിന്നെ അതിൻ്റെ കുറച്ച് ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അതൊന്ന് ഓണാക്കിയിട്ടേ നമുക്കൊന്ന് ആ റോയായിട്ടുള്ള ആ വണ്ടിയുടെ ഒരു സൗണ്ടും കാര്യങ്ങളെ ഒരു എന്താ പറയുക, ഒരു രാജാവ് തന്നെയാണ് ഡീസൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ വണ്ടികൾ അതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പാ കാല് ഇതാണെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, സെൽഫ് അടിച്ചോപ്പേ. അപ്പം മറന്നു. പ്രായമാവണ അതാണ് മറവി കൂടണ്. ഞാൻ ഒന്ന് നോക്കിയൊന്ന് സ്റ്റാർട്ടാവുണ്ടെന്ന് അടിച്ചിട്ട് മറന്നു പോയിട്ടാ. വണ്ടി സ്റ്റാർട്ടായി. സെൽഫ് സ്റ്റാർട്ടാണ് ചെയ്തേക്കണ വണ്ടി. കണ്ട സ്റ്റാർട്ടിങ്ങിൽ കണ്ടോ ആ വണ്ടിയുടെ ഒരു ത്രോട്ടലിൻ്റെ ഒരു ഇത് ഞാൻ കഴിച്ചു. ചിലപ്പോൾ അടി കണ്ട. അതാണ് നമ്മുടെ വണ്ടി. ഓഫാക്കി കപ്പ, ഓഫാക്കി കപ്പ. അതിൻ്റെ ആ ക്രാങ്കിൻ്റെ അടിയാണ് വരുന്നത് അല്ലേ? ടുപ്പ് 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 എന്നുള്ള ഒരു ഇത് രസം തന്നെയാണ് അത് കേൾക്കാൻ. ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് ആ വണ്ടിയുടെ ഒരു ഇത്. അപ്പോൾ അത് നീ ഇതൊന്ന് ഓഫാക്കി കപ്പ. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് വണ്ടി ഇപ്പോൾ ഒരു ഇതായിട്ട് കിട്ടി. നല്ല രീതിയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അപ്പൻ പുറത്തേക്ക് പോവല്ലേ? അപ്പോൾ അപ്പൻ ഇനി പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളാണ്. നമ്മൾ അന്ന് കാണിച്ചപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടായിരുന്നു വണ്ടി ഒരു ഇത്. ഇപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വണ്ടി നല്ല അടിപൊളി കുട്ടപ്പനായിട്ടാണ്. അപ്പോൾ ഞാൻ അപ്പനോട് വെച്ച് ഇത് കൊടുക്കണോ? അപ്പം പറഞ്ഞു ഇനി ഇത് കൊടുക്കണില്ല, വണ്ടി
അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ പരമാവധി നമ്മൾ ഇതുപോലെ പ്രസ്റ്റേജായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി പെയിൻറ്റ് ചെയ്ത അവരുടെ നമ്പറും പിന്നെ മെക്കാനിക്കിൻ്റെ നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ ഡീസലിൻ്റെ എല്ലാ ബുള്ളറ്റുകളോടും ഡീസൽ ബുള്ളറ്റുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നിച്ചു കൂടുള്ള ഒരു പരിപാടി ഒരു പ്രാവശ്യത്തേമാര് ചാലിശ്ശേരി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ ഒരു പരിപാടി വർഷത്തിലൊരുക്കുക. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് ഡീസൽ ബുള്ളറ്റുകാർ കൂടുമ്പോൾ അതൊരു ഡീസൽ ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിന്. അപ്പോൾ അതുപോലെ അല്ല, അത് ഈ വണ്ടി ഉപയോഗിച്ച ആൾക്കാർ ആ വണ്ടി ഉപയോഗിക്കുള്ളൂ, അത് പലതും ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മ, ഡീസൽ ബുള്ളറ്റിന്റെ കൂട്ടായ്മക്കാര് എല്ലാവരും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിലെന്തെങ്കിലും പാർട്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ പറ്റിട്ടില്ല. അത് നമുക്ക് ശരിയാക്കാം. അതിപ്പോ എന്തായാലും നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിലത്തെ അതിലുള്ള ആളുകളൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണും. അപ്പോൾ അവർ തന്നെ അതിലെന്തായാലും ആ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പനെ ആ ഗ്രൂപ്പിൽ ചേർക്കാനാണ്. അപ്പോൾ എന്തായാലും അപ്പം ഒന്ന് പോയിട്ട് പോയോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോജോ ടോക്സിൻ്റെ ഒരു ടോപ്പിക് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെൽബട്ട ഇതാക്കിയിട്ട് നമ്മുടെ ബെല്ലൊക്കെ ഇതൊക്കെ ആക്കുക, സബ്സ്ക്രൈബ് ഓൾ ഇത് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസ് ഇനിയും വരും, പല പല വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ബൈ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ 29 വരെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതൊക്കെ എത്രയായി ഇപ്പോൾ ഇത് പെയിൻറ്റിങ് കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്പനോട് ചോദിച്ചിട്ട് കറക്റ്റ് അറിയാം. അപ്പോൾ നമുക്ക് വണ്ടി ഇതിലേക്ക് റിവ്യൂവിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര രൂപയായി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റേറ്റ്? ഏറ്റവും കുറച്ച് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ചിലപ്പോൾ 1968 മോഡലാണ് ഈ വണ്ടി. ആ വണ്ടിയുടെ മുകളിൽ നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കാനുള്ള ഇത് എന്നാൽ ചിലവാക്കണം, അത്ര തന്നെ. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് RTOൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. RTO ഒക്കെ വളരെ നന്നായിട്ട് നല്ല രീതിയിലാണ് അവരൊക്കെ ഇപ്പോൾ വണ്ടിയൊക്കെ നോക്കുന്നത്. കേസ് നമ്പറും അതുപോലെ തന്നെ ഇഞ്ചൻ നമ്പറൊക്കെ നോക്കി വണ്ടിയെ പഴയ വണ്ടിയാണെങ്കിലും അതിനെ നോക്കാൻ പറ്റുന്ന ആളാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ആ ധാരണ ഉള്ളത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് തന്നു. പിന്നെ അത് മാത്രമല്ല, അതൊരു പഴയ വണ്ടി നമ്മൾ ഇങ്ങനെ ഇത്രയും സംരക്ഷിക്കുന്നതുകൊണ്ട് അവർക്കൊരു ഇതുണ്ടാവും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പഴക്കമുള്ളത് കൊണ്ടു അല്ലേ. പിന്നെ ഡീസൽ വണ്ടിയാണ് പിന്നെ അത്. അപ്പൊ ഡീസലൊക്കെ അന്നത്തെ ഇതിൽ കയറി വന്നിട്ടില്ലാണ്. ഇപ്പൊ അങ്ങനെ കയറ്റാൻ പറ്റില്ല. അന്ന് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് കയറ്റി 68 മോഡൽ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആളുകൾക്ക് തന്നെ കേൾക്കുമ്പോ 68 മൈലേജൊക്കെ എത്ര അധികം ഉണ്ട് അതിന് എന്നൊക്കെ ചോദിക്കണെന്ന്. ഇപ്പോൾ 1 ലിറ്റർ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു 70 മൈൽ സ്പീഡിൽ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. 70 അതിലും കൂടുതൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ ലേശം വലിയ കുറയും. 80-90 പോവുകയാണെങ്കിൽ വലിയ കുറയും. പ്ലെയിൻ റൂട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ പോവാം ഹൈവേയിൽ കൂടെ. അതാ വലിയ കയറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 70-60 ഒക്കെ നമ്മൾ കൊണ്ടുവരും. എന്നാലും എന്താ കുഴപ്പം, നമുക്ക് നിറച്ച് ഡീസൽ അടിക്കുക, എന്നിട്ട് വണ്ടി ഓടുക, തീരാകുമ്പോ വീണ്ടടിക്കുക. അവിടെ ഈ മൈലേജ് ഉള്ള കാരണം ആരും അങ്ങനെ നോക്കാനൊന്നും നിൽക്കില്ലത്. നമ്മളതിൽ കാശുണ്ടാവുമ്പോ നമ്മള് അടിച്ചാൽ പോവന്നെ, വേറെ നോക്കാനൊന്നുമില്ല. അടിച്ചു പൊളിക്കുക, വേറെ വരുന്നില്ല. ഇതിപ്പോ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഡീസൽ ബുള്ളറ്റ് വരണമെന്ന് അപ്പന് ആഗ്രഹം ഉണ്ടാ. പുതിയ ടൈപ്പ് ഇറങ്ങിയാൽ നല്ലതല്ലേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്? ഇപ്പോഴത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. എന്താ വെച്ചാല് ഈ ഡീസൽ വണ്ടി എന്ന് പറയുമ്പോൾ പെട്രോൾ വണ്ടി പോലെയല്ല. ഇപ്പൊ പെട്രോൾ വണ്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ പേരും പെരുമയും കിട്ടുന്നത് ഇപ്പൊ മറ്റേ ബാറ്ററി വണ്ടിക്കാണ്. ബാറ്ററിയുടെ യുഗത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ ഡീസലും പെട്രോളും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പുറകോട്ട് പോകും.
അതുപോലെ ഈ ബാറ്ററി മലിനീകരണം ഇല്ലാത്ത രീതിയിലൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇനി കാലക്രമേണ അങ്ങനെ തന്നെ വരാൻ സാധ്യത. ഈ ബാറ്ററി വണ്ടികളാവും വലുത്. അപ്പൊ അങ്ങനെ ബാറ്ററി വണ്ടി ആവുമ്പോൾ ഇങ്ങനത്തെ ബുള്ളറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിക്കും. അല്ല അത് ശരിയാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ തലമുറയിലത്തെ ആളുകൾ ഒരു കണക്കിന് ഭാഗ്യവാന്മാരായിരുന്നെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് ഡീസൽ ബുള്ളറ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അന്ന് ഇറങ്ങണ എല്ലാ വണ്ടികളും ഇപ്പോൾ എംഹയുടെ വണ്ടികൾ ഈ RX 100, RS 135, അതുമാതിരി RD 350, SD, അതിനൊക്കെ 2 സ്ട്രോക്ക് എൻജിൻ അതൊക്കെ നിർത്തലാക്കി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആ വണ്ടിയൊന്നും പുതിയതായിട്ട് മേടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആ ഒരു മോഡൽ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ നമുക്ക്. അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിസ്സിങ് ആവണത് എല്ലാതും. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ അന്ന് കാണുമ്പോൾ നമ്മളെങ്ങനെയായിരുന്നു, ഞങ്ങൾ പഴയ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയുടെ ഒരു ലുക്ക് കണ്ട കറക്റ്റ് പുതിയ മോഡൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ അതേ ഇതായി ലുക്കായി, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോൾ വണ്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ഇതിപ്പോൾ മൊത്തം ചെയ്തപ്പോൾ എത്ര രൂപയായി അപ്പന്? അധികം പൈസ കൂടിയിട്ട് നമുക്ക് പെയിന്റിങ്ങിന് വന്നത് 4,000 രൂപ. പെയിന്റിങ് 4,000. നിർത്തി അടിക്കുന്ന പെയിന്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടിച്ച് അടിക്കലല്ല, നിർത്തി അടിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇത് എവിടെയാ ഇപ്പൊ ചെയ്ത? പലയിടത്തും പല റേറ്റാ. ഒരു സ്ഥലത്ത് 7,500 രൂപ പറഞ്ഞു, ഒരു സ്ഥലത്ത് 6,000 പറഞ്ഞു. ഞാൻ ഒരാളിനെ കണ്ടപ്പോൾ ആളിനെ സംസാരിച്ച് പറഞ്ഞു 4,500 വേണമെന്ന് പറഞ്ഞു. അതാണ് 4,000 അവസാനിപ്പിച്ചു. മൊത്തം പെയിന്റിങ് ക്ലിയറും ഇതൊക്കെ അടിച്ച് ക്ലിയർ ആയിട്ട് 4,000 രൂപയ്ക്ക് നമ്മൾ അവസാനിപ്പിച്ചു. പക്ഷെ ഇത് ഞാൻ പറയട്ടെ, പെയിന്റിങ് ഇത് എവിടെ ചെയ്തത്? ഏത് ആളെ ചെയ്തത്? നന്നായിട്ടുണ്ടോ ചെയ്തത്? ഇതൊരു സുരാന്നുള്ളൊരു ചേട്ടനാണ്. അയാള് ഈ പറഞ്ഞ മാതിരി ഓട്ടോറിക്ഷയൊക്കെ പെയിന്റ് അടിക്കുന്ന ആളോ. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പണി ഇപ്പം 4,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണി വൃത്തി ഉണ്ട്. അതായത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നോക്കിയേ പെയിന്റിങ് ആയാലും നല്ല ഗ്ലോസി ടൈപ്പ് പെയിന്റിങ്, ബ്ലാക്ക് ഗ്ലോസി, അത് നല്ല പക്ക നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. സീറ്റ് കവർ അടിപ്പിച്ചാ പൂച്ചതിന്റെ ഇടയ്ക്ക് മാന്തിയിലോ. അപ്പൊ പിന്നെ കവർ അടിക്കേണ്ട നമ്മൾ ആർട്ടിന്റെ അടുത്ത് കൊല്ലുമ്പോ അവരെ നമ്മള് ബഹുമാനം കൊടുക്കണ്ടേ? അവരുടെ മുമ്പിൽ നമ്മള് ഈ പൂച്ച മാന്തി കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മള് വണ്ടി ടെസ്റ്റിന് കൊടുക്കുമ്പോ ഗവൺമെന്റ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മള് പലപ്പോഴും ഗവൺമെന്റിനെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ RTO പറയുന്നത് അനുസരിക്കാതെ അവര് സ്വന്തം ഇഷ്ടത്തിന് പോകുന്ന ഒരു പ്രവണതയല്ല വേണ്ടത്. നമ്മള് ഗവൺമെന്റ് എന്ത് പറയണോ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇടണമെന്നൊക്കെ പറയണം. നമ്മൾ പലപ്പോഴും ഹെൽമെറ്റ് ഇടാണ്ട് എന്നൊക്കെ നമ്മളത് ചിന്തിക്കണത് നമ്മുടെ സേഫ്റ്റിയുടെ ഇതല്ല ചിന്തിക്കണേ. അവര് പൈസ പോവോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടണേ. പലരും സേഫ്റ്റി ചിന്തിക്കണില്ല. ഇപ്പോൾ കുറെ നിയമം നടപ്പിലായി തുടങ്ങി. ഹെൽമെറ്റ് ബാക്കിലും പുറകിലും ഫ്രണ്ടിലും ഇരിക്കുന്നവരൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾക്ക് ഒരു എന്താ പറയാ, ഇപ്പോൾ ഇടി അല്ലെങ്കിൽ മരണം കുറഞ്ഞു. അതെ, മറ്റേത് മരണം കൂടുതലായിരുന്നു. ഈ 2 വീലറിന്റെ മുകളിലൊക്കെ കുറച്ച് വീഴിലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ RTO നമ്മുടെ മന്ത്രി എന്തായാലും ആ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റി. അതെ, അതെന്തായാലും ഒരു നല്ല കാര്യമാണ്.